നമസ്കാരം. മത്തൻ കുരു അഥവാ പംകിൻ സീഡ് എന്നുള്ളത് നമുക്ക് പരിചയമുള്ള ഒന്ന് തന്നെയാണ്. എങ്കിലും ഇത് ഒരു സൂപ്പർ ഫുഡാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം? ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മത്തൻ കുരു. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കാം. ഒന്നാമത്തേത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നോർമലാക്കി നിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലുള്ള HDL കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ബ്ലഡ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലുള്ളവരായിരിക്കും. അതിൽ LDL കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, ചീത്ത കൊളസ്ട്രോൾ. ഇതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഹെൽത്തി ഫാറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ മത്തൻ കുരു അല്ലെങ്കിൽ പംകിൻ സീഡ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഗുണം പറയുന്നത് ഇതാണ്. ഉറക്കം ശരിയായിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ടേബിൾ സ്പൂൺ മത്തൻ കുരു ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് കുതിർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഡൈജഷൻ ഈസിയാക്കാം കുതിർത്തിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ട്രിപ്റ്റോഫാൻ, അമൈനോ ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് സെറട്ടോണിനും മെലാട്ടോണിൻ പോലുള്ള നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഇത്തരം ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്താണ്. അതായത് ദഹനമൊക്കെ ഈസി ആയിട്ട് നടത്താൻ സഹായിക്കുന്നു എന്നുള്ളതും ഹാപ്പി ഗട്ടായിട്ട് സ്ഥിതി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിനും ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മൈക്രോബ്സിനെയൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സിങ്കും വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും തന്നെ ഇൻഫെക്ഷൻസിനെയൊക്കെ തന്നെ തടഞ്ഞു നിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുവഴി രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൂടെ ഹെൽപ്പ് ചെയ്യും. സിങ്കും മഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെ നമ്മൾ ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഹെൽത്തി ഫാറ്റ് കിട്ടുന്നത് എവിടെ എന്നുള്ളത് വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ മത്തൻ കുരു. ഇത് നമ്മളൊരു സ്നാക്സൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ആ എണ്ണക്കടികളും മധുര പലഹാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ മത്തൻ കുരു കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്ന് വേണം പറയാൻ. അപ്പം ഇത് മത്തൻ കുരുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇതിൻ്റെ മെയിൻ ഉറവിടമായിട്ടുള്ള മത്തൻ അല്ലെങ്കിൽ പംകിന് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അതായത് നമുക്ക് ശരീരത്തിൽ അമിതമായിട്ട് ചൂട് വരുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ചൂട് കാലത്തായാലും നമ്മൾ ചില മെഡിസിനൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തിന് ചൂട് കൂടുതൽ തോന്നാറില്ലേ? ആ സമയത്ത് ബോഡി ഒന്ന് തണുപ്പിക്കാൻ നല്ലൊരു കൂളൻ്റായിട്ടൊക്കെ നമ്മൾ മത്തൻ കറി വെച്ച് കഴിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു നാച്ചുറൽ കൂളൻ്റാണ് മത്തൻ എന്നുള്ളത്. ഉഷ്മാണ്ഡം ശീതളം വൃഷ്യം സ്വാദുപാകരസം ഗുരു എന്ന് നമുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും വളരെ വൃശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഒക്കെ തന്നെ വളരെയധികം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിൽ വൃശ്യ ആക്ഷൻ ഉള്ളതാണ്, അഫ്രോഡിസിയാക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്. ഒരു 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ 40-45 ശേഷം പുരുഷന്മാർ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യണം. കാരണം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസറിൽ നിന്ന് വരെ നമ്മൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ മത്തൻ കുരു. അപ്പം ഇത്തരം അവസ്ഥയിലും അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ക്ഷീണോ അല്ലെങ്കിൽ ശരീരമാസകലം വേദന, എപ്പോഴും വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ, മസിൽ പെയിന്, അങ്ങനെയുള്ള ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കൂടെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും എല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് ഈ ഒരു മത്തൻ കുരു സഹായിക്കും. ഇനി മത്തൻ കുരു തനിയെ കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ അത് കുതിർത്തിട്ടിട്ട് മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഈ നട്ട്സും കൂടെ ചേർത്തിട്ട് കുതിർത്തിട്ടൊക്കെ നമുക്ക് ഒരു ജ്യൂസായിട്ടോ ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയാലും ഫോളോ ചെയ്യാവുന്നതാണ്. സെലീനിയം, ബീറ്റ കരോട്ടീന്, അയൺ, ഫൈബർ, സിങ്ക്, ആൻറ്റി ഓക്സിഡൻസ് എന്ന് വേണ്ട എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ നല്ല പോഷക മൂല്യമുള്ള ഒന്ന് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക്
നമുക്ക് സ്കിന്നിനായാലും കൊളേജനെ ബൂസ്റ്റ് ചെയ്യാനായാലും സ്കിൻ ഇന്നും ഹെൽത്തി ആയിട്ടും യങ് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. ഇനി ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഈ ഒരു മത്തൻകുരു കഴിച്ചാലും മതി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കത് വളരെയധികം ഹെൽത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി ഈ രീതിയിലാണ്. ചിലത് തോട് പൊളിച്ച് കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പലരും ഇതിന് ഓപ്ഷൻ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് തൊലി കളഞ്ഞ രീതിയിൽ തന്നെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കുതിർത്തിട്ടിട്ട് ഉപയോഗിക്കാം, പൊടിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.